അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസ് 3 ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി തൊലിയെല്ലാം മാറ്റിയെടുത്ത ഉരുളക്കിഴങ്ങ് ഇതുപോലത്തെ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 3 ഉരുളക്കിഴങ്ങും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്ററിന്റെ ചെറിയ ഹോളിൽ കൂടെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചവ്വരിയാണ്. 250 ml കപ്പിന് 1 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പായസമൊക്കെ വെക്കാൻ എടുക്കുന്ന ചവ്വരി ഉണ്ടല്ലോ, അതാണ് സാബുദാന അല്ലെങ്കിൽ സാഗോ എന്നൊക്കെ പറയും. അപ്പം ഇത് കപ്പളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്ലാസ് അളവിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ചവ്വരി അളന്നെടുക്കുക. ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസിന്റെ അളവിന് അളന്നെടുക്കാം. ഈ ചവ്വരിയും ഉരുളക്കിഴങ്ങും ഒന്ന് കഴുകിയെടുക്കണം. വെച്ചിട്ട് ഇതുപോലൊന്ന് ഞെരടി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുക്കാം. ആദ്യത്തെ ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ കൈവച്ചിട്ട് ഒന്ന് ഞെരടിയെടുക്കുക. ഈ വെള്ളം മാറ്റിയിട്ട് അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങും ചവ്വരിയും 2 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം മുഴുവനും പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് വെച്ചപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും ചവ്വരിയും വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ടെടുക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 മീഡിയം സൈസ് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറൊന്നും നമ്മൾ ഇതിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്, വലിയ ജീരകമല്ല. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും പൊടിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഒഴിവാക്കാം. അതിന് പകരമായിട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഏതാണോ നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള ചെറിയ ജീരകമോ വലിയ ജീരകമോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് നിലക്കടല ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ചൂട് മാറിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഈ പൊടിച്ചെടുത്ത നിലക്കടല ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നിലക്കടല പൊടിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരേ സ്പീഡിലിട്ട് പൊടിച്ചെടുക്കരുത്. പൾസ് ചെയ്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. ഇനി ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ ഇതുപോലെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിട്ട് കൊടുത്ത 1 ടീസ്പൂൺ ഉപ്പ് കറക്റ്റാണ്. ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു ഇഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇനി എല്ലാ കുഴികളിലും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി എണ്ണ തടവിയ ഓരോ കുഴികളിലും കുറച്ച് വീതം മിക്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കുഴികളിലും വെച്ച് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇഡ്ഡലി തട്ടിലും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊന്ന് ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഓരോ തട്ടായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി.
മീഡിയം ടു ഹൈ ഫ്ലെയിമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി തുറന്ന് നോക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് ചൂട് മാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി തട്ടിൽ നിന്ന് ഇത് ഓരോന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പം നല്ല സ്മൂത്തായിട്ട് ഇതാ ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചട്നിയുടെ കൂടെ ഇങ്ങനെ കഴിക്കാവുന്നതാണ്. കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മൊരിച്ചെടുത്താലും മതി. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പുറം ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മാത്രം മതി. കുറച്ച് സമയം എടുക്കുള്ളൂ. ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ആവിയേറ്റ് ചെയ്ത് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് നിറം മാറുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ നിറാവണം. മൊരിഞ്ഞൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചവ്വരി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ചവ്വരി വെച്ചിട്ടുള്ള വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കും. ചവ്വരി ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടി കുറച്ച് സമയം എടുക്കും. ഈ രീതിയിൽ ചെയ്തിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വട റെഡിയാക്കി എടുക്കാൻ പറ്റും. ചവ്വരി വെച്ചിട്ടുള്ള വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചവ്വരി കുറേ അധികം സമയം കുതിർത്ത് നല്ല സോഫ്റ്റ് ആയി കിട്ടണം. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വട റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ളു നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്